ഞാനുണ്ടാക്കിയിട്ടേ എനിക്ക് തന്നെ കൊതി തോന്നിയൊരു മീൻ കറി കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇവ 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ഇതുപോലെ കേട്ടോ. ഇനി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി അതെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് അതും ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു മൺചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചത് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില, 2 പച്ചമുളക് കട്ട് ചെയ്തത്, 1 കപ്പ് ചെറിയുള്ളിയില്ലേ അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തത്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ മസാലക്കൂട്ടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ടൊമാറ്റോ ഇല്ലേ അത് നമ്മൾക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 പഴുത്ത തക്കാളിയാണ് കേട്ടോ, അത് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതൊരു 2 മിനിറ്റ് ആ തക്കാളിയൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച വാളംപുളി ഇല്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സ് ചെയ്ത മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ മസാലക്കൂട്ട് തയ്യാറാക്കിയ ബോളില്ലേ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തിള വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈയൊന്നും പൊള്ളാതെ ഈ ചട്ടി അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി മീനൊക്കെ മസാല നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ആ മസാലക്കൂട്ടിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നല്ല കിടിലോസ്കി മീൻകറിയാണ്. നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തീൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടെയൊക്കെ ആയിട്ട് കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ശരി, ബായ്.